കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ശിരോവസ്ത്രമണിഞ്ഞ് വന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. കഴിഞ്ഞ ആസ്ഡേയുടെ അന്ന് ആയിരുന്നു വിദ്യാർത്ഥി ശിരോവസ്ത്രമണിഞ്ഞ് സ്കൂൾ ക്യാമ്പസിൽ എത്തിയത്. എന്നാൽ ഇത് സ്കൂൾ യൂണിഫോം കോഡിന് വിരുദ്ധമാണെന്ന് കാട്ടി കുട്ടിയുടെ രക്ഷകർത്താക്കളെ സ്കൂൾ മാനേജ്മെന്റ് വിളിച്ചു വരുത്തി. അടുത്ത ദിവസം രക്ഷകർത്താക്കൾ വന്നതിന് പിന്നാലെ കൂടുതൽ ആളുകൾ ബലം പ്രയോഗിച്ച് സ്കൂൾ ക്യാമ്പസിലേക്ക് കടന്നുവെന്നും ഇവർ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയെന്നും സ്കൂൾ മാനേജ്മെന്റ് ആരോപിക്കുന്നുണ്ട്. നമ്മുടെ PTA ഇത് അറിയിച്ചു, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നമ്മളിത് അറിയിച്ചു. അവർ തീരുമാനമെടുത്തു. മാനേജ്മെന്റ് എന്ത് ഡിസിഷൻ ആണോ എടുക്കുന്നത് അത് തന്നെ നമ്മളും ഇതിനെ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വർഷമായിരുന്നു പെൺകുട്ടി സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. അതിനുശേഷമുള്ള 4 മാസം കൃത്യമായി സ്കൂൾ യൂണിഫോം കോഡ് പാലിച്ചിരുന്നു. എന്നാൽ പൊടുന്നനെയായിരുന്നു ശിരോവസ്ത്രത്തിലേക്ക് മാറിയതെന്ന് PTA ആരോപിക്കുന്നു. ഇവിടെ വരുന്ന ആദ്യ ദിവസം ഈ പറയുന്ന പോലെ യൂണിഫോം കറക്റ്റ് ആയിരുന്നില്ല. നമ്മൾ പറയുന്ന പോലെ അവർ ബോധവൽക്കരണം നടത്തി. പിന്നീട് തുടർന്ന് 4 മാസം തുടർച്ചയായിട്ട് സാധാരണ ഇവിടുത്തെ യൂണിഫോം മറ്റു കുട്ടികൾ പോലെയുള്ള യൂണിഫോം തന്നെ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ആർട്സ് ഡേയുടെ അന്നാണ് വീണ്ടും ഈ പറയുന്ന യൂണിഫോം വയലേഷൻ ഉണ്ടായതും. സ്കൂളിൽ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സ്കൂൾ മാനേജ്മെന്റിന്റെയും PTAയുടെയും ആരോപണങ്ങളെ വിദ്യാർത്ഥിയുടെ അച്ഛൻ തള്ളിക്കളയുകയാണ്. സ്കൂളിൽ അഡ്മിഷൻ എടുത്തപ്പോൾ മുതൽ ശിരോവസ്ത്രം അണിഞ്ഞായിരുന്നു സ്കൂളിൽ എത്തിയിരുന്നത്. എന്നാൽ ബലം പ്രയോഗിച്ച് അവ അഴിപ്പിച്ച് വെക്കുകയായിരുന്നുവെന്ന് അച്ഛൻ ആരോപിച്ചു. എൻ്റെ മകൾ ഇവിടുന്ന് എല്ലാ ദിവസവും ഷോള് ധരിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. ഷോള് ധരിച്ച് അവിടെ ചെല്ലുമ്പോൾ പിന്നെ സ്കൂൾ അധികാരികൾ അവരെ കൊണ്ട് ഊരി ബാഗിൽ വെപ്പിക്കും. അതേസമയം പ്രശ്നത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി എല്ലാ സ്കൂളുകൾക്കും യൂണിഫോം ഉണ്ടാകുമെന്നും അത് പാലിക്കണമെന്നും പറഞ്ഞു. അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിശേഷം വരും. AUയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സ്കൂളിലെത്തി ഇരുപക്ഷവുമായും സംസാരിച്ചു. വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം SR ഉൺശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.